നേരത്ത് ഇങ്ങനെ ബെല്ലടിച്ച് മരിക്കുന്നേ. ആരാ? ഇത് അയാളല്ലേ? ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് ചിപ്പിയെ കാണാൻ ആര് വന്നാലും ഈ വീടിനകത്തേക്ക് കയറ്റരുത്. കഴിഞ്ഞ ദിവസം അവൾ ആ ഡ്രൈവറുടെ വീട്ടിൽ പോയതല്ലേ, അവിടുന്നല്ലേ ഞാൻ അവളെ പിടിച്ചോണ്ട് വന്നത്. അപ്പൊ പിന്നെ ഞാനിവിടെ ഇല്ലെന്നറിഞ്ഞ് മോളെ കാണാൻ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തേലും സംഭവിച്ചാ പിന്നെ എന്തുണ്ടാവും ഞാൻ പറയണ്ടല്ലോ. എന്തു വേണം? ചിപ്പി മോളെ ഇന്ന് സ്കൂളിൽ കണ്ടില്ലല്ലോ. വരാതെ എങ്ങനെ കാണാനാ? എന്താ മോൾ സ്കൂളിൽ വരാഞ്ഞേ? എല്ലാ കാര്യം തന്നോട് പറയണമെന്നുണ്ടോ? നിങ്ങളൊന്ന് പോയേ. അല്ല, നിങ്ങൾ കാരണം പ്രശ്നം മൊത്തം ഉണ്ടായത്. അതെ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. മോളെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം. അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അതെന്താ മോളെ കാണാൻ പറ്റത്തെ? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വീടിനകത്തേക്ക് കയറ്റരുതെന്നേ മേഡം എന്നോട് കർശനമായിട്ട് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിന് നിങ്ങളുടെ മേഡം ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ എനിക്കറിയാം. ഞാനേ മേഡത്തിന്റെ ജോലിക്കാരിയാ. എനിക്ക് മേഡം പറഞ്ഞത് അനുസരിക്കാനേ പറ്റൂ. അല്ല, നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തനിക്ക് എന്താണോ? താനൊന്ന് പോയേ. അതെ, നിങ്ങൾ ചിപ്പി മോളെ ഒന്ന് വിളിക്കേ, ഞാൻ കണ്ടിട്ട് പൊയ്ക്കോളാം. പനിയായിട്ട് കിടക്കുന്ന കൊച്ചിനെ വിളിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞേ? പനിയോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? എവിടെ മോളെവിടെ? താനിത് എങ്ങോട്ട് അടിച്ചു കയറി പോകുന്നേ? അങ്ങോട്ട് പോയിക്കേ. ഇതിനകത്ത് കയറാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്റെ ജോലിയാ പോകുന്നത്. നിങ്ങളൊന്നും അങ്ങോട്ട് മാറിയുന്നേ. പയ്യാന്നിരിക്കുന്ന മോളെ ഞാനൊന്ന് കാണുന്നില്ല. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാനേ ഇവിടുന്ന് ഒന്നും അടിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതല്ല. ഇത് കൂടുതൽ ഇനി എന്തോന്ന് അടിച്ചോണ്ട് പോവാനാ? മേഡത്തിന്റെ ചങ്കിനെയല്ലേ നിങ്ങൾ പറിച്ചോണ്ട് പോയത്? ഞാൻ ആരുടെയും ചങ്കൊന്നും പറിച്ചോണ്ട് പോയിട്ടില്ല. ചിപ്പിമോൾ എന്നെ തിരക്കി ഞങ്ങളുടെ വീട്ടിലേക്കാ വന്നത്. ആദ്യം ഇവിടെ ഉള്ളവർക്ക് കുറച്ച് മനുഷ്യത്വം വേണം. ചിപ്പി, ചിപ്പി മോളെ, 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 എഴുന്നേക്ക് മോളെ. അയ്യോ, മോളെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലല്ലോ. മോളെ, ചിപ്പി, അയ്യോ, ദേഹം മുഴുവൻ പൊള്ളുന്നുണ്ടല്ലോ. താൻ ടെൻഷൻ ആവണ്ട, അത് ഡോക്ടർ നോക്കിക്കോളും. ഡോക്ടർ പ്ലീസ്. വയ്യാത്ത മോളെ ഇവിടെ സോഫയിലാണോ കിടത്തുന്നത്? എന്ത് പറയാനാ മാഡം, വിളിച്ചിട്ട് മോള് കേൾക്കാതിരുന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ സാറ് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ. ആര് കുഞ്ഞിനെ എടുത്തു? അത് പിന്നെ ഞാനെടുത്ത കാര്യാ പറഞ്ഞത്. ആശുപത്രി പോവാൻ സാരി ഉടുത്ത് മോളെ എടുത്ത് വന്നപ്പോഴാ നിങ്ങൾ വന്നത്. അതുകൊണ്ടാ വാതിൽ ഉറക്കാൻ വൈകിയത്. എന്തിനാ ജെനി ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അത് പിന്നെ മോൾക്ക് വയ്യാതായപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി മാഡം. ഡോക്ടർ, നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ? ടെമ്പറേച്ചർ 102 ഡിഗ്രിയാ. തൽക്കാലം നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. സമൃദ്ധ മോളെ ഒന്ന് മടിയിലേക്ക് വെക്കേ. മോളെ, മോളെ ഒന്ന് ചെരിച്ചു കിടത്ത്. ഹലോ, തുറക്ക്. ഹലോ, വാതിലൊന്ന് തുറക്ക്. നിങ്ങളവിടെ എന്തെടുക്ക?
ഡോക്ടർ വന്നിട്ട് എന്തായി? മരുന്ന് കൊടുത്തോ? നിങ്ങൾ എന്നെ ഒന്ന് തുറന്നു വിട്. ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. ഞാൻ അവരോട് സംസാരിച്ചോളാം. ഓ, ഇയാള് മിക്കവാറും എന്നെ കൊലയ്ക്ക് കൊടുക്കും. ഇവരെങ്ങാനും കണ്ട അതോടുകൂടി തീർന്നു. എന്റെ പൊന്നു സാറേ, ചതിക്കല്ലേ. ബഹളം വെക്കാതെ കുറച്ചു നേരം കൂടി അവിടെ അടങ്ങിയിരിക്കും. ആ, ചിപ്പിമോള് കണ്ണു പറഞ്ഞോ? ആ, ഡോക്ടർ മോൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അവര് പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ വന്ന് വാതിൽ തുറന്നു തന്നോളാം. ഇതിനകത്ത് എന്തൊരു ചൂടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്റ്റോർ റൂമിനകത്ത് സാധാരണ ആരും AC വെക്കാറില്ല. തറുതല പറയാതെ വാതിൽ തുറന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് വിട്. എന്റെ സാറേ, എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു നേരം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ഇനി ക്ഷമിച്ചാലേ ഞാൻ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാവും. എന്നാ പിന്നെ ചാവ്. അല്ല പിന്നെ ഞാൻ ആദ്യം വെള്ളം കൊണ്ടു കൊടുക്കട്ടെ. ശോ, മനുഷ്യനൊരു സ്വൈരം തരില്ലെന്ന് പറഞ്ഞു. ശ്ശ്.